ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യു പി പരീക്ഷ ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു അല്ലേ? ഒരു 5 ദിവസം മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. അപ്പോൾ പല ആളുകളും ഒന്ന് പരീക്ഷയായി കിട്ടിയാൽ മതി എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. പരീക്ഷാ ദിവസം ആയാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ കുറച്ച് ആളുകൾ ഉണ്ടാവും ഭയങ്കര ടെൻഷനൊക്കെ അടിച്ചിട്ട്, അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ല, പോരാ, മറന്നു പോവോ, ഹാളിൽ എങ്ങനെയായിരിക്കും, ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന ആകുലതയോടെ ഇരിക്കുന്ന ആളുകളും ഉണ്ടാവും. എന്തായാലും നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ടത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ സജ്ജമാക്കി നിർത്തിക്കൊണ്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത്, ഇതെൻ്റെ സ്വപ്ന ജോലിയാണ്, ഇത് എനിക്ക് കിട്ടണം, കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് വേറെ ചോയ്സ് ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് ഇറങ്ങി തിരിച്ചാൽ പരീക്ഷ നമ്മളുടെ കൂടെ ഇങ്ങ് പോരും. ഉറപ്പാണത്. നമ്മളൊക്കെ ജീവിതത്തിൽ തെളിയിച്ചതാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പരീക്ഷ നമ്മുടെ കൂടെ തന്നെ വരും കേട്ടോ. ഒരു പേടിയും പേടിക്കേണ്ട. ഇനി ഒരു പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് ഈ ഒരു കുറഞ്ഞ ദിവസത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഈ വരുന്ന 5 ദിവസങ്ങളിലായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്ക് മുന്നിലുള്ള ചോയ്സ്. അല്ലാതെ ഇതുവരെ പഠിക്കാത്തൊരു ടോപ്പിക് എടുത്ത് ഇനി പഠിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചില ഇക്വേഷൻസുകൾ ഉണ്ടാവും, ചില കോഡുകൾ ഉണ്ടാവും, ബുദ്ധിമുട്ടേറിയ ഭാഗങ്ങൾ ഉണ്ടാവും. ആ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ഇപ്പോൾ റിവൈസ് ചെയ്യുക, പഠിച്ചെടുക്കുക, കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുക. അതും സമയത്തിന് അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. 1 മണിക്കൂർ സമയം അല്ലെങ്കിൽ 1.25 മണിക്കൂർ സമയം കണക്കാക്കിക്കൊണ്ട് സമയത്തിൽ വെച്ചിട്ട് നമ്മൾ OMR ഷീറ്റിൽ പരീക്ഷ എഴുതിയിട്ട് ആത്മവിശ്വാസം കൂട്ടുക എന്നുള്ളതാണ് ഇനി നമുക്ക് മുന്നിലുള്ള വഴി. കൂടുതലൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട. നല്ല രീതിയിൽ നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത് വന്നതാണ്. ഇനി അങ്ങോട്ടുള്ള ഈ ഒരു 5 ദിവസം കൊണ്ട് വേറെ ഒരു മാറ്റവും വരുത്താനില്ല. ഈ നമ്മൾ വന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ആലോചിച്ച് ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഈ പരീക്ഷയുടെ തൊട്ട് മുന്നുള്ള ആഴ്ച ഭയങ്കര ടെൻഷൻ പിടിച്ച ദിവസങ്ങളായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ കൂടുതൽ ആലോചിക്കാതെ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പഠിച്ചെടുക്കാനുണ്ടോ, മാറ്റിവെച്ച ഭാഗങ്ങളൊക്കെ നോക്കിയെടുക്കുകയും ചെറിയ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് വീണ്ടും റിവൈസ് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. കൂടാതെ മനസ്സ് ശാന്തമാക്കി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അല്ലാതെ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ അനാവശ്യമായ ചിന്തകളിലേക്കൊക്കെ പോയിട്ട് നമ്മുടെ ഉള്ള സമയം നഷ്ടപ്പെടുത്തരുത്. നമ്മളെ മനസ്സ് ക്വയറ്റാക്കി നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എന്തായാലും ഈ ജോലി നിങ്ങൾക്കുള്ളതാണ്. എങ്ങനെ തന്നെ നമ്മൾ വിചാരിക്കുക, ഈ ജോലി എനിക്കുള്ളതാണ്, ഇത്രയും കാലം ഞാൻ പഠിച്ചത് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്, ഇതല്ലാതെ എനിക്കൊരു ചോയ്സ് ഇല്ല, ഇതിൻ്റെ ആവശ്യമില്ല, അത്യാവശ്യമാണ് ഈ പരീക്ഷ. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ ഒരു എക്സാം ദിവസം എൻ്റെ ദിവസമാക്കും എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുന്ന ദിവസം, പരീക്ഷയുടെ അന്നത്തെ ദിവസം വേറൊന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട കാര്യമില്ല. നല്ലൊരു ചോക്ലേറ്റൊക്കെ കഴിച്ചുകൊണ്ട് അല്ലേ, നല്ലൊരു എനർജിയൊക്കെ എടുത്തുകൊണ്ട്, മറ്റു ടെൻഷനുകളൊന്നും ഇല്ലാതെ മനസ്സ് ശാന്തമാക്കിയിട്ട് പരീക്ഷാ ഹാളിലേക്ക് പോവുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വേറെ ഒന്നും കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ ആ ഒരു പരീക്ഷയുടെ സമയത്ത്, അതായത് കഴിഞ്ഞ UPയിലാണ് ഞാൻ കയറിയിട്ടുള്ളത്, പലർക്കും അറിയാമായിരിക്കും. നല്ലൊരു റാങ്ക് തന്നെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അതിൻ്റെ പിന്നിൽ നമ്മുടെ കഠിനാധ്വാനം തന്നെയാണ്. കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ സ്കൂളും കാര്യങ്ങളും തിരക്കായതുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോയതാണ്. അപ്പോൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിലെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊന്ന്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ ഇത്രയും കാലം പഠിച്ചത് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു എന്നൊരു ബോധ്യത്തോട് കൂടിയിട്ട് ഈ ഒരാഴ്ച നമ്മൾ മാറ്റിവെച്ചതൊക്കെ പഠിക്കുക. മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സ് മാറ്റിയെടുക്കുക. അതിലേക്കൊന്നും മനസ്സെ കൊണ്ടുപോവാതെ നമ്മുടെ പരീക്ഷ, നമ്മുടെ ലൈഫ്, നമ്മുടെ ജോലി, എൻ്റെ സ്വപ്ന ജോലി, ഇത്രയും കാലം ഞാൻ ആഗ്രഹിച്ച ജോലി എന്നുള്ളത് മനസ്സിലേക്ക് എടുത്തുകൊണ്ട് നല്ല ശാന്തമായ രീതിയിൽ മനസ്സ് കാം ആൻഡ് ക്വയറ്റ് ആക്കിക്കൊണ്ട് പരീക്ഷ ഹാളിലേക്ക് പോവുക. പരീക്ഷ നമുക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ വേറൊന്നും
ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നല്ലതായിട്ടേ വരൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.